കോൺക്ലേവ് യോഗങ്ങൾ മുതൽ പേപ്പൽ തെരഞ്ഞെടുപ്പ് വരെയുള്ള ആത്മീയ അനുഭവങ്ങൾ പങ്കുവച്ച് കർദിനാൾ പാബ്ലോ വിർജിലിയോ ഡേവിഡ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഫ്രാൻസിസ് പാപ്പയുടെ മരണശേഷം കർദിനാൾ സംഘത്തിലെ അംഗങ്ങൾ ധാർമ്മികമായി കടപ്പെട്ടിരിക്കുന്നതുപോലെ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനം ശൂന്യമാകാതിരിക്കുക എന്ന 2000 വർഷത്തെ പാരമ്പര്യം നിലനിർത്താൻ ഞങ്ങൾ റോമിലെത്തി. കോൺക്ലേവിന് മുമ്പുള്ള സെഷനുകളിലുടനീളം പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന വ്യക്തിയെ ധൈര്യപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അടുത്ത പാപ്പയെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്ന് നാം വിശ്വസിക്കുന്നു. അദ്ദേഹം നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഇതുവരെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം. അതാരായാലും പ്രിയ സഹോദര, ഞങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഭൂരിപക്ഷം നിങ്ങൾക്ക് ലഭിച്ചാൽ ദയവായി അത് സ്വീകരിക്കുക. ഞങ്ങളുടെ വിശ്വസ്തത ഞങ്ങൾ ഉറപ്പു നൽകുന്നു തുടങ്ങിയ വാക്കുകളും ആഹ്വാനങ്ങളും എന്നെ വളരെയധികം സ്പർശിച്ചിരുന്നു. കർദിനാൾ പ്രെവോസ്റ്റ് 2/3 ഭൂരിപക്ഷം കടന്നപ്പോൾ ബാക്കിയുള്ളവർ എഴുന്നേറ്റ് നിന്ന് ഏകദേശം 5 മിനിറ്റ് കരഘോഷം മുഴക്കി. വോട്ടെണ്ണൽ പൂർത്തിയാക്കാൻ വീണ്ടും ഇരിപ്പിടങ്ങളിൽ ഇരിക്കാൻ ഡീൻ ആവശ്യപ്പെട്ടു. ബാക്കിയുള്ള ഓരോ ബാലറ്റും ഉച്ചത്തിൽ വായിച്ചപ്പോൾ എല്ലാ കണ്ണുകളും കർദിനാൾ പ്രെവോസ്റ്റിൽ തന്നെയായിരുന്നു. പ്രെവോസ്റ്റ്, 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 പ്രെവോസ്റ്റ്. വീണ്ടും എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ കയ്യടി ആവർത്തിച്ചു. ചുളിഞ്ഞ പുരികങ്ങളുമായി ഏവരെയും നോക്കിയ കർദിനാൾ പ്രെവോസ്റ്റിന്റെ സമ്മതമറിയാൻ ഡീൻ അടുത്തെത്തിയപ്പോൾ ദയവായി നിരസിക്കരുത് എന്ന കർദിനാൾ സംഘത്തിന്റെ കൂട്ടായ അഭ്യർത്ഥന കേൾക്കാമായിരുന്നു. ഇപ്പോഴിതാ കർത്താവിന്റെ അഭിഷിക്തൻ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ തന്റെ സഹോദരന്മാരിൽ നിന്ന് കേട്ട ആ ആശ്വാസകരമായ വാക്കുകൾ ഓർമ്മിക്കും. ഞാൻ അംഗീകരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നി. ആ നിമിഷം ശാന്തത അദ്ദേഹത്തെ പൊതിഞ്ഞതായി തോന്നി. ഞങ്ങളുടെ കരഘോഷങ്ങൾക്കിടയിൽ അദ്ദേഹം തല കുനിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചുളിഞ്ഞ നെറ്റി ഒരു സൗമ്യമായ പുഞ്ചിരിയായി മാറി. താമസിയാതെ ബാലറ്റുകൾ തീച്ചൂളയിലേക്ക് എത്തിച്ചു. ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയർന്നു. പുറത്തെ ജനക്കൂട്ടത്തിൽ നിന്ന് സന്തോഷാരവങ്ങൾ ഉയർന്നു. ഞാൻ വീണ്ടും നോക്കിയപ്പോൾ കർദിനാൾ പ്രെവോസ്റ്റ് അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. പേപ്പൽ വസ്ത്രം ധരിക്കാൻ റൂം ഓഫ് ടിയേഴ്സിലേക്ക് പോയ അദ്ദേഹം വെള്ള വസ്ത്രം ധരിച്ച് ആ മുറിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വീണ്ടും ഇടിമുഴക്കം പോലുള്ള കരഘോഷങ്ങൾ ഉയർന്നു. അദ്ദേഹത്തിന് സമാധാനത്തിന്റെ ആശംസകൾ അർപ്പിക്കാൻ ഞങ്ങൾ ആകാംക്ഷയോടെ വരിയായി നിന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിലുള്ള പേപ്പൽ കസേരയിലേക്ക് നോക്കി. അത് അപ്പോൾ മുതൽ ശൂന്യമായിരുന്നില്ല. അതിൽ ഒരു പുതിയ അവകാശിയുണ്ടായിരുന്നു. പത്രോസിന്റെ പിൻഗാമിയായ ലെയോ 14 പാപ്പ എന്ന വാക്കുകളോടെയാണ് കർദിനാൾ പാബ്ലോയുടെ വിവരണം അവസാനിക്കുന്നത്.